ഹലോ, മനോരമയുടെ ഓഫീസല്ലേ പാലക്കാട്? അതെ സാർ, ഞാൻ ഒരു കംപ്ലൈന്റ് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു സാർ. എന്തിന്റെ സാറേ? ഇന്നത്തെ മണ്ണാർക്കാട് ഭാഗത്ത് മനോരമ പേപ്പറിന്റെ ഫ്രണ്ട് പേജില് ഒരു നായ സ്ത്രീയെ ആക്രമിക്കുന്നതായിട്ട് ഒരു ചിത്രത്തോട് സഹിതം വന്നിട്ടുണ്ട്. അരകുറിശി അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചിട്ട്. ഞാൻ അരകുറിശി അമ്പലത്തിന്റെ മേശാന്തിയാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു കൊല്ലത്തിന് ഇപ്പുറം അങ്ങനെ ഒരു സംഭവം ഈ അമ്പലത്തിന് മുമ്പിൽ ഉണ്ടായിട്ടില്ല. രണ്ടാമത്, ആ ഫോട്ടോയിൽ കാണുന്ന കാര്യങ്ങളും ആ ഫോട്ടോയും കഴിഞ്ഞ കൊല്ലത്തെയാണ്. ഒരു മിനിറ്റ്. ആ ഹലോ സർ. ഹലോ ആ സർ. ഹലോ. ആ ഞാൻ ഒരു ആക്ഷേപത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ മനോരമയിൽ വന്ന റിപ്പോർട്ടിന്റെ ഫ്രണ്ട് പേജില് ഒരു നായക്കളുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ വീണ് കിടക്കുന്നതായിട്ടൊരു ഫോട്ടോ സഹിതം വാർത്ത വന്നിരുന്നു മനോരമയിലെ. അത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ആ ക്ഷേത്രത്തിലെ മേശാന്തിയാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് താമസവും. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ ഇപ്പുറം ഈ അമ്പലത്തിൽ നടന്നിട്ടില്ല. അതിന് മുമ്പേ നടന്നതായിട്ട് അറിവില്ല. ഒരു കൊല്ലത്തിന് ശേഷം ഇങ്ങോട്ട് നല്ല ഓർമ്മയിലുള്ള കാര്യമാണ്. രണ്ടാമത്, ആ ഫോട്ടോ ഫേക്കാണ്. ആരെങ്കിലും ഇവിടെ നേരിട്ട് വരികയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. ആ ഫോട്ടോ തന്നെ ഫേക്കാണ്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഭണ്ണാരം മഞ്ഞ പെയിന്റ് അടിച്ചിട്ടുള്ള ഇപ്പൊ ഒരു മെറൂൺ കളറിലെ മഞ്ഞ പെയിന്റ് അടിച്ചിരുന്നത് ഞങ്ങൾ കഴിഞ്ഞ പൂരത്തിന് മുമ്പേ ആയിരുന്നു. ഇപ്പൊ അത് കാവി കളറാണ് അടിച്ചിരുന്നത്. ഇപ്പൊ അത് മെറൂൺ കളറുള്ള ഒരു ഭണ്ണാരാണ്. രണ്ടാമത്, ആ ലാസ്റ്റ് കാണുന്ന ഒരു ഫ്ലക്സ്, ആ ഫോട്ടോയിൽ വ്യക്തമായിട്ട് കാണുന്ന ഒരു ഫ്ലക്സ് കഴിഞ്ഞ കൊല്ലത്തെ ഗണേശോത്സവത്തിന്റെ നിമഞ്ജന ഘോഷയാത്രയുടെ ഫ്ലക്സ് ആണത്. ഇക്കൊല്ലം ആ ഭാഗത്ത് അങ്ങനെ ഒരു ഫ്ലക്സും ഇല്ല, അങ്ങനെ ഇതും വെച്ചിട്ടുമില്ല. കാരണം ഇത് ക്ഷേത്രത്തെ വളരെയധികം മോശമായിട്ട് ബാധിച്ചിരിക്കുന്നു ഈ ഒരു വിഷയം. ഇന്നിവിടെ കളമ്പാട്ടിന് തൊഴാൻ വന്ന വ്യക്തി തിരുമേനി എങ്ങനെ വാർത്ത വന്നിട്ട് ഞങ്ങൾ കുട്ടികളും കൂടി അമ്മ കൊണ്ടുപോകണ്ടെന്നാ പറഞ്ഞത്. അതെ. ശരി. ഞാനത് നോക്കാം. തിരുമേനിയുടെ നമ്പർ ഒന്ന് തന്നേക്കോ. ഞാനൊന്ന് 944 944 642 74 76 അല്ലേ? ശ്രീകുമാർ എന്നാണ് പേര്. അതെ അല്ലെ? ഞാനൊന്ന് അന്വേഷിച്ചിട്ട് ഞാൻ വിളിക്കാം. കാരണം അത് അവിടുന്ന് വന്നതായിരിക്കണം. അതെ, തീർച്ചയായിട്ടും. അതില് മറ്റേ ഫോട്ടോഗ്രാഫറുടെ പേര് ബെന്നി AM സ്റ്റുഡിയോ കുമരംപുത്തൂർ എന്നുള്ളതാണ്. ഇവിടുന്ന് ചുരുങ്ങിയത് 3 കിലോമീറ്റർ ഉണ്ട് കുമരംപുത്തൂർക്ക്. ശരി. ഞാനതൊന്ന് നോക്കിയിട്ട് ഞാൻ വിളിക്കാം. തീർച്ചയായിട്ടും. ആദ്യം ഒന്ന് പരിശോധിച്ചോട്ടെ. അങ്ങ് പരിശോധിച്ചോളൂ. ആയിക്കോട്ടെ. തീർച്ചയായിട്ടും. ശരി.